ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ദിവസം മുന്നേ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ലേറ്റായിപ്പോയി, കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വീഡിയോ ഇടുന്നത്. ശരിക്കും ഇന്ന് സൺഡേ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ എന്നാലും ഓണത്തിന് മുന്നേ തന്നെ നേരത്തെ നിങ്ങൾക്ക് ഈ ഒരു ക്ലീനിങ് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ധൃതി പിടിച്ച് ഇത് എഡിറ്റ് ചെയ്ത് ഇടുന്നത്. അപ്പോൾ നമ്മൾ വിനായക ചതുർത്ഥിക്ക് മുന്നോടിയായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ രാവിലെ തന്നെ പതിവ് പോലെ നടക്കാനായിട്ട് പാർക്കിലേക്ക് വന്നിട്ടുണ്ട്. ആമിക്ക് ഇപ്പോൾ സ്പോർട്സ് ഡേ ആയ കാരണം കൊണ്ട് രാവിലെ 7 മണിക്ക് അവളെ സ്കൂളിൽ വിടണമായിരുന്നു. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവളെ വിട്ടിട്ട് ഞങ്ങൾ നടക്കാനായിട്ട് വന്നു. ഇന്ന് ഞാൻ സക്സസ്ഫുള്ളായിട്ട് 1746 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ പാർക്കിൽ വരുമ്പോഴത്തേക്കും നല്ലൊരു മോട്ടിവേഷൻ കിട്ടുന്നത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ആ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പ്രായമായിട്ടും അവരെന്ത് ഫാസ്റ്റായിട്ടാണ് നടക്കുന്നതെന്ന് അറിയാമോ? അപ്പോൾ എന്നോട് ഹസ്ബൻഡ് എപ്പോഴും പറയും, എനിക്ക് നടക്കാൻ മടിയാണെന്ന് പറയുമ്പോഴത്തേക്കും ഹസ്ബൻഡ് എന്നോട് പറയും നോക്കി പഠിക്കാനായിട്ട്. അപ്പോൾ ഞാനങ്ങനെ ആ വയസ്സായ ആൾക്കാരെ കണ്ടിട്ടാണ് സ്പീഡിന് നടക്കുന്നത്. ഇപ്പോൾ അങ്ങനെ എന്തായാലും 1000-ന് മേലെ എനിക്ക് സ്റ്റെപ്സ് എടുക്കണമെന്നുണ്ടായിരുന്നു. അത് ക്രോസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലും നടക്കാനൊക്കെ പോയി. പക്ഷേ എനിക്ക് ഷൂ ഇല്ല കേട്ടോ, സ്പോർട്സിൻ്റെ ഷൂ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെരുപ്പിട്ട് നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ പുതിയ ഷൂ മേടിച്ചിട്ടേ നടക്കാനായിട്ട് പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എൻ്റെ കാലൊക്കെ പൊള്ളിയിട്ട് നടക്കാൻ പറ്റാതെ ആയിപ്പോയി കേട്ടോ. ഹസ്ബൻഡിൻ്റെ കയ്യിലിരിക്കുന്ന കുരുത്തോല ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് ഇതുപോലെ വിനായക ചതുർത്ഥിക്ക് തോരണം കെട്ടാൻ വേണ്ടിയിട്ട് അപ്രതീക്ഷിതമായി പാർക്കിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അവിടെ പാർക്കിൽ അന്ന് നടക്കാൻ വന്ന കുറേ ആൻറ്റിമാരും ചേച്ചിമാരൊക്കെ ഈ കുരുത്തോല അവിടെ നിന്ന് തന്നെ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് തന്നു, അങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ നേരത്തെ തന്നെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞിട്ട് എരിക്കിൻ്റെ പൂവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗണപതിയുടെ പ്രത്യേക ഇഷ്ടപ്പെട്ട ഒരു മാലയാണ് ഈ എരിക്ക് മാല. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ പറിച്ച് വെക്കുന്നത് നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇഷ്ടംപോലെ എരിക്കിൻ്റെ പൂക്കളുള്ള കാരണം കൊണ്ട് ഈ സമയത്ത് പുറത്തുനിന്ന് ആൾക്കാർ വന്ന് പറിച്ചുകൊണ്ട് പോയിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി പൈസയ്ക്ക് വിൽക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനാണ് പൈസ കൊടുത്ത് മേടിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നേരത്തെ കൂട്ടി എടുത്ത് വെക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് തുളസി ഇലയും കൂടി പറിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇഷ്ടംപോലെ കൃഷ്ണ തുളസി ഇങ്ങനെ വളർന്ന് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് അതൊക്കെ എനിക്ക് എടുത്തുകൊണ്ട് തന്നു. അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ടിട്ട് ഇതുപോലെ ഫ്രിഡ്ജിനകത്തേക്ക് വെച്ചേക്കുവാണ് കേട്ടോ. അപ്പം നെക്സ്റ്റ് ഡേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു വാച്ച് കണ്ടോ, ഇതെനിക്ക് ഹസ്ബൻഡ് ശരിക്കും 2 മാസം മുന്നേ മേടിച്ച് തന്നതാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഇതിൻ്റെ ചെയിൻ ഇതുവരെക്കും കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇതും കൂടി ഒന്ന് കൊടുക്കണം. ഞങ്ങളിതൊന്ന് പുറത്തും കൂടി പോകുന്നുണ്ട്, ചെറിയൊരു ഷോപ്പിങ്ങും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകാനുള്ളൊരു പ്ലാനിലിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് വാൾറസിൻ്റെ കമ്പനിയുടേതാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു പിങ്ക് കളറിലുള്ള അല്ലെങ്കിൽ വയലറ്റ് കളറിലുള്ള ഒരു ഡയൽ വരുന്ന ഒരു വാച്ച് എടുക്കണമെന്ന് കുറേ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴൊന്നും അല്ല കേട്ടോ, എപ്പോഴും എൻ്റെ വിഷ് ലിസ്റ്റിൽ കയറിയൊരു സാധനമാണ്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നു കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഇതെടുത്ത് തരാനായിട്ട്, പക്ഷെ അന്ന് സാധിച്ചില്ല. അന്ന് എനിക്ക് ഈ ഒരു ഗോൾഡിൻ്റെ ചെയിനുള്ള വാച്ചാണ് എടുത്തു തന്നത്. ഓൺലൈനിൽ എടുത്തതാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചു തന്നു. അപ്പോൾ മേടിച്ചിട്ട് തന്നെ ഒരു 2 മാസത്തിലധികമായി. പക്ഷെ ഇതുവരെയ്ക്കും അതിൻ്റെ ചെയിനൊന്നും കട്ട് ചെയ്തിട്ടില്ല. എനിക്ക് സിൽവർ ചെയിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാനായിട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ശരിക്കും ഞങ്ങളിപ്പോൾ പോകുന്നത് ശരവണ സ്റ്റോറിലാണ്. അടുത്ത വീട്ടിലെ ആൻറ്റിയുടെ മകൻ്റെ കല്യാണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഒരു ഗിഫ്റ്റ് മേടിക്കണം. പിന്നെ നമുക്ക് വിനായക ചതുർത്ഥിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഗണപതി എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ. എൻ്റെ അടുത്ത് ഗണപതിയുടെ ഫോട്ടോ ഇല്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നൊരു ഫോട്ടോ ഞാനിതുപോലെ അത് സൈഡൊന്ന് പൊട്ടിയ കാരണം കൊണ്ട് ഇതുപോലെ നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വെച്ചിരുന്നു. ഇവിടെയൊക്കെ എങ്ങനെയാണ് കേട്ടോ, ഇതുപോലെ പൊട്ടിയോ പൊളിഞ്ഞതൊക്കെ ആയിട്ടുള്ള വിഗ്രഹങ്ങളോ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ, സ്വാമിയുടെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി വെക്കാൻ പറ്റും. അപ്പം അങ്ങനെ അത് കൊടുത്തതിന് ശേഷം എൻ്റെ അടുത്ത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഗണപതി മാത്രം ഉള്ളതില്ല. അപ്പോൾ അതുകൊണ്ട് വിനായക ചതുർത്ഥി ആയ കാരണം കൊണ്ട് ഫോട്ടോ എടുക്കാമെന്ന് കരുതി. ഞാൻ എപ്പോഴും ഫോട്ടോ വെച്ചിട്ടാണ് പൂജ ചെയ്യാറുള്ളത്. പിന്നെ അന്ന് ചെന്നപ്പോഴത്തേക്കും ഒരുപാട് ഗണപതിയുടെ വിഗ്രഹങ്ങളും ഫോട്ടോസൊക്കെ കണ്ടായിരുന്നേ. ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏതെടുക്കണമെന്ന് തന്നെ കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതേ കണ്ടോ, ഇതുപോലെ കുറേ ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട്. ഗിഫ്റ്റ് ഐറ്റംസിൻ്റെ സെക്ഷനാണിത്. അപ്പം എനിക്കാണെങ്കിൽ ഓരോന്നൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊക്കെ ഈ കുബേർ കുഞ്ചിയൊക്കെ നോക്കി എന്ത് ഭംഗിയാണ്. അതുപോലെ തന്നെ ഗണപതി, പിന്നെ ഈ ബുദ്ധാസ്, ആ മുട്ടത്തലയന്മാരെ കണ്ടോ, അതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഇതിരിപ്പുണ്ട് വീട്ടിൽ. പക്ഷെ ഇങ്ങനെ തലയാട്ടുന്ന സംഭവമല്ല കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുത്തതാണ്. ശരവണ സ്റ്റോറിൽ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് കേട്ടോ. ഈ ഒരു സെക്ഷനിൽ തന്നെയാണ് ഇവിടെ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഇരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് കേട്ടോ. പക്ഷേ ഞാൻ എന്തോ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു
ഞാനൊന്നും എടുക്കുന്നില്ല, പക്ഷേ എനിക്കൊന്ന് വീഡിയോ മാത്രം എടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും വെറുതെ മേടിച്ച് പൈസ കളയുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി വീട്ടിലെ ഡെക്കറേഷൻസ് ഒക്കെ കുറച്ച് ഓവറാണെന്ന്. അപ്പോൾ അത് എനിക്ക് തന്നെ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് കേട്ടോ. ശരിക്കും ഇത്രയും അല്ല, വീട്ടിൽ കുറേ സാധനങ്ങൾ മേടിച്ച് കൂട്ടി അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇതുപോലെ എൻ്റെ ഫ്രണ്ട് അഞ്ചു ഒരിക്കൽ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ കുറേ മാറ്റിയത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ചേച്ചി ഒന്ന് മാറ്റണേ, ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഒരു ഡീക്ലട്ടറിങ് ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ, ഓണം കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് ചെയ്യാം. അപ്പോൾ എനിക്കിപ്പോൾ എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയത്തില്ല. എൻ്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിനകത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും ആവശ്യമുള്ളതെന്നാണ് എൻ്റെ ഒരു ധാരണ. പക്ഷേ അതല്ല, കാണുന്നവർക്ക് അതൊരു അരോചകമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ എൻ്റെ ഹസ്ബൻഡ് പാവം ആയതുകൊണ്ട് എന്നെ ഒന്നും പറയത്തില്ല കേട്ടോ. എൻ്റെ സ്വന്തം ഇഷ്ടം തന്നെയാണ് വീട്ടിൽ എന്ത് വെക്കണം വെക്കണ്ടെന്നൊക്കെ. അപ്പോൾ എനിക്ക് പിന്നെ ഈ മറ്റേ കരിമ്പും കാട്ടി കയറി ആനയുടെ ഒരു അവസ്ഥയാണ് കേട്ടോ. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എല്ലാം കൂടി വാരിപ്പറക്കി കൊണ്ടുവന്ന് വീടിനകത്ത് വെക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയാണ്. അപ്പോൾ അത് അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞതുപോലെ തന്നെ അതിപ്പോൾ ഒരാൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്കത് മനസ്സിലായി. എന്തായാലും നമ്മളത് മാറ്റുന്നുണ്ട്. പക്ഷേ അത് എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഓണം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്കത് നോക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ വരുന്ന വ്ളോഗിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ എൻ്റെ വാച്ച് ശരിയാക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ ഇവിടെ ചെന്നൈയിൽ കുറച്ച് ഫേമസ് ആണ് ഈ ഒരു കരിപ്പൊട്ടി കാപ്പി എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് ഈവനിങ് ആയപ്പോൾ ആമിയും സ്കൂൾ വിട്ട് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇന്ന് രാവിലെ പോയപ്പോഴത്തേക്കും വാച്ച് ശരിയാക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ ശരവണാശ്വരന്ന് പിന്നെ നേരെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ വന്നു. പിന്നെ വൈകുന്നേരം ആമി വന്നതിന് ശേഷം ഞങ്ങൾ മൂന്നുപേരും കൂടി ചേർന്നിട്ടാണ് വൈകുന്നേരം ഒന്ന് ഇറങ്ങിയത്. അങ്ങനെ വാച്ചും ശരിയാക്കിയിട്ട് വരുന്ന വഴിക്ക് ചായയും കുടിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്പെഷ്യലായിട്ടുള്ളത് വാഴപ്പൂവിലുള്ള പക്കോട, പിന്നെ മസാല ബോണ്ട. പിന്നെ ഇവിടുത്തെ ചായയുടെ പ്രത്യേകത കരിപ്പോട്ടി ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ പ്യുവർ ആയിട്ടുള്ള പശുവിൻ പാലാണ്, അതുകൊണ്ട് തന്നെ ഈച്ചയുടെ ശല്യം നല്ലപോലെ ഉണ്ട്. ഞാനങ്ങനെ പാൽ ചായ കുടിക്കത്തില്ല കേട്ടോ, ഞാനും ആമിയും. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി കട്ടൻ ചായയാണ്, ഹസ്ബൻഡിന് കോഫിയാണ് മേടിച്ചത്. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് വീഡിയോ എടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ വിനായക ചതുർത്ഥിയുടെ ഇത് കൊണ്ടല്ല ശരിക്കും ക്ലീൻ ചെയ്യുന്നത്. ഓൾറെഡി എൻ്റെ വീട്ടിൽ ഫുള്ളായിട്ട് ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്ന കുറച്ച് ക്ലീനിങ്ങുകളാണ് കേട്ടോ. ഇതെന്തായാലും നിങ്ങൾക്ക് ഓണത്തിനും കൂടി ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഒരുപാട് സ്ട്രെസ് ഇല്ലാതെ നമുക്ക് ലൈറ്റായിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കാതെ തന്നെ വീട് എങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, അതിനൊരു റിപ്ലൈയും കൂടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കും. അപ്പോൾ എന്തായാലും ഞാനിത് നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും ഇതുപോലെ, അതായത് വിനായക ചതുർത്ഥിക്ക് തലേ ദിവസമാണ് കേട്ടോ, തലേ ദിവസമാണ് നേരത്തെയുള്ള സംഭവങ്ങൾ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇത് തലേ ദിവസത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഇതുപോലെ രാവിലെ തന്നെ ബാൽക്കണി ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയിട്ടുണ്ട്. പിന്നെ ഡെയിലി നമ്മളിങ്ങനെ ഇതുപോലെ വീട് ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഡീപ്പ് ക്ലീനിങ് സമയത്ത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. ഒരുപാട് സ്ട്രെസ് എടുത്തൊന്നും നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യേണ്ട കാര്യം വരത്തില്ല. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് ലൈറ്റായിട്ടുള്ളൊരു ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ ആദ്യം തന്നെ ബാൽക്കണി ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്, കാരണം നമുക്കിനി നൈറ്റ് കോലമൊക്കെ വരച്ചിടാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ കൂട്ടി അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ഓണം ആയാലും വിഷു ആയാലും അതുപോലെ ദീപാവലി എന്ത് സംഭവം വന്നു കഴിഞ്ഞാലും നേരത്തെ കൂട്ടി ഇതൊക്കെ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പം ഓൾറെഡി നമ്മുടെ വീട് വൃത്തിയുള്ളത് കൊണ്ട് വലിയ പ്രശ്നമില്ല. ഒരേ ഒരു കാര്യം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. തുണിയിലുള്ള ഒരു ഗ്ലൗസ് എടുത്തിട്ടുണ്ട്. ഈ ഗ്ലൗസ് ഞാൻ വലത് കയ്യിലിട്ടിട്ടാണ് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഒരുപാട് ഡസ്റ്റ് ഇല്ല എന്നുള്ള കാര്യം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡസ്റ്റർ യൂസ് ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ ഈ ഒരു ഒറ്റ കയ്യിൽ ഗ്ലൗസ് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ജനാലകളും ജനൽപ്പാളികളും ജനലിൻ്റെ ഇടയിലുള്ള അഴുക്കും അതുപോലെ ഗ്രില്ലുകളൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ എന്ത് വിശേഷം വന്നു കഴിഞ്ഞാലും ഇതുപോലെ ഗ്രില്ലുകളും ഇതൊക്കെയാണ് ക്ലീൻ ചെയ്ത് വെക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. ഓൾറെഡി നമ്മൾ ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പിന്നെ പുറത്ത് ഇപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാം കേട്ടോ. സോറി. കോളിനാണ് എപ്പോഴും യൂസ് ചെയ്യുന്ന പോലെ ഇത്തവണയും എടുത്തിട്ടുള്ളത്. കോളിൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഗ്ലൗസ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരു ടവൽ എടുത്താലും മതി. ഇല്ലെങ്കിൽ പഴയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ. ഞാൻ എപ്പോഴും ഒരു ടവൽ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യാറുള്ളത്, ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുക്കും.
ഇന്ന് ഞാനിപ്പോൾ ഇതേ ഒരു ഗ്ലൗസാണ് ഇട്ടേക്കുന്നത് കേട്ടോ കയ്യിൽ. അപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയാം ഒരുപാട് അഴുക്കില്ല എന്നുള്ളത്, കാരണം ആഴ്ച കൂടുന്തോറും ഞാനിങ്ങനെ ജനൽപ്പാളികളൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ്. പിന്നെ ഇത് ഗ്ലാസിൻ്റെ ഡോറായ കാരണം കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോളിൻ യൂസ് ചെയ്തിട്ട് സ്പ്രേ ചെയ്തില്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾ ഇതുവരെയും വീട് ക്ലീൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരുപാട് ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരുപാട് ടെൻഷനൊന്നും എടുക്കണ്ട. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ക്ലീൻ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളാണ്, എല്ലാവർക്കും ഒരുപോലെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ക്ലീനിങ്ങോ ഡീപ്പ് ക്ലീനിങ്ങോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കുകയൊന്നും വേണ്ട. ലാസ്റ്റ് നിമിഷം കിടന്ന് ടെൻഷൻ അടിക്കാതെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വിട്ട് പോവുകയാണെങ്കിൽ ഈസി ആയിരിക്കും. പിന്നെ മെയിനായിട്ട് ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഡോറുകളും അതുപോലെ തന്നെ ജനൽപ്പാളികളും ഗ്രില്ലുകളുണ്ടെങ്കിൽ അതും, പിന്നെ നമ്മുടെ മെയിൻ ഹാളുണ്ടല്ലോ, അതായത് ലിവിങ് റൂമും മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചേക്കുക. പിന്നെ ബെഡ്റൂമും കാര്യങ്ങളും ഒക്കെ ഒന്ന് പൊടി തട്ടി എടുത്താൽ മതി കേട്ടോ. ഡെയിലി നമ്മൾ ക്ലീനിങ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്നും കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഓണം വരുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ നമ്മുടെ വീട്ടമ്മമാരുടെ തലയിൽ ആയിരിക്കുമല്ലേ. അപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്കാണ്, അപ്പോൾ ഹെൽപ്പ് ചെയ്യാനും ഒന്നും ആരുമില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എല്ലാം ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ മെയിനായിട്ട് ഡ്രസ്സ് എടുക്കാനൊക്കെ കാണും, കുക്കിംഗ് ചെയ്യാൻ കാണും, സദ്യയൊക്കെ ഒരുപാട് കറികളും കാര്യങ്ങളൊക്കെ വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. ഞാനങ്ങനെ എല്ലാ വർഷവും ഒരുപാട് കറിയൊക്കെ വെക്കാറുണ്ട്, പക്ഷെ ഇത്തവണ ഞാൻ സിമ്പിളായിട്ടാണ് ഓണം ആഘോഷിക്കാനായിട്ട് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ മാത്രമല്ല ഒരുപാട് സ്ട്രെസ് എടുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ജോലികളൊന്നും ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഈസി ആക്കാനാണ് ശ്രമിക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ ഓണക്കോടി എടുത്തോ, നിങ്ങളുടെ ഓണം ഏതുവരെ ആയി, അതുപോലെ ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ, പിന്നെ സദ്യവട്ടങ്ങൾക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങിയോ, അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. നേരത്തെ കൂട്ടി തന്നെ അച്ചാറുകളൊക്കെ ഇട്ട് വെക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ വർഷം ഞാൻ അതേക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, കമ്മ്യൂണിറ്റി പോസ്റ്റിലും കൊടുക്കാം കേട്ടോ. ഇഞ്ചി അച്ചാറും നാരങ്ങയും മാങ്ങയുടെയൊക്കെ നെല്ലിക്കയുടെയൊക്കെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളൊരു കമൻറ്റ്, അമൃത എസ് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയാണ് കമൻറ്റ് ഇട്ടിരുന്നത്. ഒരു മോട്ടിവേഷൻ വീഡിയോയിൽ വന്നിട്ടുള്ളൊരു കമൻറ്റാണ്. എനിക്ക് ചിരിക്കാൻ അറിയില്ല, ഇപ്പോൾ അത്രയും സ്ട്രെസ്ഫുള്ളാണ് എല്ലാം കൊണ്ടും, ചിരിക്കാൻ മറന്നു പോയോന്ന് പോലും തോന്നും ചിലപ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പം ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എല്ലാം ശരിയാവുന്നു. അപ്പോൾ അടുത്ത അതിൻ്റെ റിപ്ലൈ ആയിട്ട് വേറൊരു കമൻറ്റ് വന്നിരിക്കുന്നത് അതേ കുട്ടി തന്നെയാണ് ഇട്ടേക്കുന്നത് കേട്ടോ, അമൃത തന്നെയാണ് ഇട്ടേക്കുന്നത്. ഹൗ യു ചേഞ്ച്ഡ് യുവർ വേ ഓഫ് സ്പീച്ച്, ദ പ്രോബ്ലം ഈസ് സംസാരം പെരുമാറ്റവും ശരിയല്ലെന്ന് ഒരിക്കൽ ഒരു പേര് വീണാൽ പിന്നെ നമ്മൾ അവരെ സ്വർണം കൊണ്ട് മൂടിയാലും ഇത് അവരുടെ മൈൻഡിൽ കിടക്കും. അവരത് പറഞ്ഞത് നമ്മുടെ മനസ്സിലും കിടക്കും. എങ്ങനെ ഇത് മാറ്റാം? ഞാൻ കുറേ വീഡിയോസ് കണ്ട് അന്വേഷിച്ചു പോയി ഇപ്പോൾ എല്ലാം നിർത്തിവെച്ചു. വഴി അറിയാതെ പെട്ടുപോയ പോലെയും നടുക്കടലിൽ അകപ്പെട്ട പോലെയും ഒക്കെ തോന്നുക. കരയാൻ കൂടി പറ്റുന്നില്ല. ഇതാണ് കേട്ടോ കമൻറ്റ്. അപ്പോൾ എനിക്കത് അതിനകത്ത് റിപ്ലൈ ആയിട്ട് കൊടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു ലോങ് കമൻറ്റാണ് ഞാൻ റിപ്ലൈ ആയിട്ട് കൊടുത്തത്. അതിൽ പുള്ളിക്കാരിയാണെന്ന് തോന്നുന്നു ലൈക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും കുറേ കൂടി കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടും എന്നെനിക്ക് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിൽ ആദ്യം ചോദിച്ചേക്കുന്നത് ഹൗ യു ചേഞ്ച്ഡ് യുവർ വേ ഓഫ് സ്പീച്ച് എന്നാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് കൃത്യമായ ഒരു മറുപടി പറയാനായിട്ട് അറിയത്തില്ല. ശരിക്കും നമുക്ക് ഓരോ അനുഭവങ്ങളാണല്ലേ നമ്മളെ മാറ്റിമറിക്കുന്നത്. ഓരോ അനുഭവങ്ങളും ഓരോ പാഠങ്ങളാണ്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാവുള്ളൂ. ഇപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ എന്നോട് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ആ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ഉൾക്കൊള്ളാനായിട്ട് പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ അഥവാ അനുഭവിച്ച ഒരാളാണെങ്കിലും അത് എത്രത്തോളം മറ്റൊരാൾ പറയുമ്പോൾ നമുക്കത് ഫീൽ ആവുമെന്ന് അതെനിക്കറിയത്തില്ല കേട്ടോ. അത് കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. പല കാര്യങ്ങളും നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ മറ്റൊരാളോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ആഴവും വ്യാപ്തിയൊന്നും എതിരെ നിൽക്കുന്ന ഒരാളിന് മനസ്സിലായി എന്ന് വരത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ എന്നെ തന്നെ ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങി. എനിക്ക് മനസ്സിലായി, കാരണം മറ്റുള്ളവരോട് നമ്മുടെ സങ്കടം പറഞ്ഞു എന്ന് വെച്ചിട്ട് നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ സ്വകാര്യത മാത്രമാണല്ലേ. അപ്പോൾ അതിൻ്റെ സങ്കടത്തിൻ്റെ ആഴമോ വ്യാപ്തിയോ ഒന്നും മറ്റുള്ളവരെ പറഞ്ഞ് നമുക്ക് അറിയിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഒരു കോൺസെപ്റ്റാണ് ഞാൻ പറയുന്നത്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, എന്തിന് മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം, നമുക്ക് നമ്മളോട് തന്നെ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് തന്നെ തീർക്കാൻ പറ്റുമെന്ന്. അത് വെറുതെ പറയുന്നതല്ല കേട്ടോ, കാരണം അത് അങ്ങനെയാണ്. നിങ്ങളത് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ. മറ്റുള്ളവരോട് നിങ്ങൾ സംസാരിച്ച് നിങ്ങളുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുന്നേക്കാളും നിങ്ങളുടെ മനസാക്ഷിയോട് തന്നെ ഒരു 1000
ചോദ്യങ്ങൾ ചോദിച്ചു നോക്കുക. ഇപ്പോൾ ഒരു സംഭവം നടന്നുപോയ സംഭവത്തെ നമുക്ക് മാറ്റാനായിട്ട് പറ്റത്തില്ല. പക്ഷേ തെറ്റ് നമ്മുടെ ഭാഗത്താണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുമല്ലേ. തെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്കത് ആവർത്തിക്കാതിരിക്കാനായിട്ട് പറ്റും. ശരിയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്താണ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ നമ്മൾ അതിനെ അങ്ങ് വിട്ട് കളയുക. അതാണ് ചെയ്യേണ്ടത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് സംസാരവും പെരുമാറ്റവും ശരിയല്ലെന്ന് ഒരിക്കൽ പേര് വീണാൽ പിന്നെ നമ്മൾ അവരെ സ്വർണം കൊണ്ട് മൂടിയാലും ഇത് അവരുടെ മൈൻഡിൽ കിടക്കും എന്നാണ് പറയുന്നത് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒരുപാട് ആൾക്കാർ കാര്യങ്ങൾ ഇങ്ങനെ പറയും, പക്ഷെ അവർ പ്രവർത്തിക്കുന്നത് വേറൊരു കാര്യമായിരിക്കും. എൻ്റെ അനുഭവത്തിൽ ഇതേ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലായി. പിന്നീട് അവരതിനെ എത്രയൊക്കെ ന്യായീകരിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിച്ച് പോയ പല കാര്യങ്ങളും നമുക്ക് തിരുത്താനായിട്ട് പറ്റില്ല. പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതെങ്ങനെ മാറ്റാം എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അവരത് പറഞ്ഞത് നമ്മുടെ മനസ്സിൽ കിടക്കും എന്നാണ് പറയുന്നത്. അപ്പം എന്നെയും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുകയോ അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ വിഷമിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കും ഭയങ്കര സങ്കടം വരാറുണ്ടായിരുന്നു, കരയുമായിരുന്നു. എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനാണ് കേട്ടോ. ഇറിറ്റേഷൻ എന്ന് പറയുമ്പോൾ അതൊരു എക്സ്ട്രീം ഇറിറ്റേഷനാണ്. അപ്പം ഞാനിങ്ങനെ അത് ആലോചിച്ച് സ്ട്രെസ്ഡ് ആവുമായിരുന്നു, ഓവർ തിങ്കിങ് ചെയ്യുമായിരുന്നു. അതൊക്കെ എൻ്റെ ഫാമിലി ലൈഫിൽ ബാധിച്ചിട്ടുണ്ട്. ഹസ്ബൻഡുമായിട്ട് വഴക്കുണ്ടാക്കാൻ പോയിട്ടുണ്ട്, മോളെ ഒരുപാട് അടിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായി അത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന്. ഇത് ശരിക്കും നമ്മുടെ ഉപബോധ മനസ്സിനെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവർ നമുക്ക് പ്രശ്നങ്ങൾ തന്നുകൊണ്ടിരിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കും. നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പ്രശ്നക്കാരായിരിക്കാം. അപ്പോൾ പ്രശ്നക്കാരെ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കുകയാണ് വേണ്ടത്. അത് നമ്മൾ എടുത്ത് തലയിൽ വെക്കാതിരിക്കുക. ആദ്യമൊക്കെ നമുക്ക് അവരെ ഒഴിവാക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ചിലപ്പോൾ വേണ്ടപ്പെട്ടവരായിരിക്കാം. ഇപ്പോൾ നമുക്ക് ഒരിക്കലും അകറ്റി നിർത്താൻ പറ്റാത്ത നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരിൽ നിന്നുള്ള കോൺവെർസേഷൻസ് കുറേ കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അത് നമ്മൾ ബോധപൂർവം ചെയ്യേണ്ട കാര്യമാണ്. അതായത് നമ്മുടെ കാര്യം നോക്കി നമ്മൾ അങ്ങ് പോവാണ് വേണ്ടത്. ചില ആളുകളുടെ സ്വഭാവം നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. യുഗങ്ങൾ എടുത്താലും മനുഷ്യൻ്റെ മനസ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് കേട്ടിട്ടില്ലേ. അപ്പോൾ നമ്മൾ ഒരാളിനെ കുറിച്ച് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു രീതിക്ക് മാത്രം അവരുമായിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇതെങ്ങനെ മാറ്റാമെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് അവരോട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കരയാൻ കൂടി പറ്റുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇമോഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കുക കേട്ടോ. പ്രത്യേകിച്ച് കരയുന്ന കാര്യം. ഇമോഷൻസ് ഒരിക്കലും നമ്മളങ്ങനെ കൺട്രോൾ ചെയ്ത് പിടിച്ച് വെക്കാനായിട്ട് പാടില്ല. കരയേണ്ട കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പൊട്ടിക്കരയുക. അത് ഞാൻ എൻ്റെ ലൈഫിൽ കുറേ നാളങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ട് പിന്നീട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ഞാൻ അതോർത്ത് ദുഃഖിക്കേണ്ടിയിരുന്നിട്ടുണ്ട്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമാണ്. നമ്മളെ കരയിപ്പിച്ചവരൊക്കെ അവിടെ സന്തോഷിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യും. നമ്മളിങ്ങനെ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കരയേണ്ട ഒരു സാഹചര്യം വന്നാൽ കരയുക. അത് എല്ലാവരും കാണക്ക് കരയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് നിങ്ങളുടെ മനസാക്ഷിയോട് സംസാരിച്ച് നിങ്ങൾ ആ ഇമോഷൻസ് പുറത്ത് കൊണ്ടുവരിക. അതുപോലെ തന്നെ ചിരിക്കാനാണ് തോന്നുന്നതെങ്കിൽ പൊട്ടിച്ചിരിക്കുക. പിന്നെ നിങ്ങൾക്ക് അത്രയ്ക്കും ഷെയർ ചെയ്യാൻ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാർട്ട്ണർ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായം, രണ്ടാമതൊരാളിലേക്ക് നമ്മുടെ പ്രശ്നങ്ങൾ കൊടുക്കരുത്. അതെപ്പോൾ വേണമെങ്കിലും നമുക്കെതിരെ അവർ പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ സ്വയം മനസ്സിലിട്ട് പറഞ്ഞ് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. ഇമോഷൻസ് വന്നാൽ അത് പ്രകടിപ്പിക്കുക കേട്ടോ. അത് പിടിച്ചു കെട്ടി വെക്കുകയും ചെയ്യരുത്, പ്രത്യേകിച്ച് കരയുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളത് കരഞ്ഞങ്ങ് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇരുന്ന് ദുഃഖിക്കേണ്ടി വരത്തില്ല കേട്ടോ. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഈ കാര്യം അവരുടെ കമൻറ്റിന് ഞാൻ റിപ്ലൈയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ ഒരു മെയിൻ പോയിന്റ് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് തന്നെ. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ്. ഇത് എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞത്. എത്രത്തോളം ശരിയുണ്ട് ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തപ്പോൾ ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ പുള്ളിക്കാരിയോട് ഞാൻ പറഞ്ഞിരുന്നു പഴയ നമ്മുടെ വ്ളോഗ്സൊക്കെ എടുത്ത് നോക്കാനായിട്ട്. കുറേ കാര്യങ്ങൾ എനിക്കുണ്ടായ ലൈഫിലെ എക്സ്പീരിയൻസസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് മാത്രമല്ല ഞാൻ ചെയ്തിട്ടുള്ളത്, അതിൽ നിന്ന് ഞാൻ എങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ളതും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അമൃത ഈ വീഡിയോ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല. കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്തേക്കും. അപ്പോൾ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ
കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോയാൽ മതി. അതുപോലെ നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. മറ്റുള്ളവരെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. എല്ലാവരെയും ഒരു ഡിസ്റ്റൻസിൽ തന്നെ നിർത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓവർ അറ്റാച്ച്മെൻറ്റ് കാണിക്കാനോ അല്ലെങ്കിൽ ഓവർ കെയർ എടുക്കാനോ ഒന്നും പോകരുത്. ഇതൊക്കെ ചെയ്ത് പണി കിട്ടി ഇരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മൾ ജീവിക്കുക. പിന്നെ നമ്മുടെ എന്തെങ്കിലും ഒരു പാഷനോ ഹോബിയോ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. നമുക്ക് നല്ലൊരു ഫാമിലി ഉണ്ട്, നല്ലൊരു കുടുംബം ഉണ്ടെങ്കിൽ അവരെ നമ്മൾ മാക്സിമം നന്നായി സ്നേഹിക്കുക. പിന്നെ മറ്റുള്ളവരിൽ നിന്നും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ സഹായിക്കണമെന്നും സ്നേഹിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മളത് എക്സ്പെക്റ്റ് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരിലും ഒരു ലിമിറ്റ് വെച്ച് പെരുമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ എന്തുകൊണ്ടാണ് ഇത്രയും നിങ്ങളോട് ഓപ്പണായിട്ട് എല്ലാം പറയാൻ എനിക്ക് സാധിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ലൈഫിൽ ചെയ്ത് സക്സസ് ആയത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹൈപ്പും കൂടി ചെയ്തേക്കൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. പുതിയൊരു വീഡിയോ നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. Thanks for watching.